ഹേ ഓൾ സോ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഹൗ ടു മേക്ക് ഹെന്ന ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 100 ഗ്രാം ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുക. 100 ഗ്രാം ഹെന്ന പൗഡറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. 30 ml എസെൻഷ്യൽ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടീ ട്രീന്റെ എസെൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് 240 ml വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് 6 to 8 hours ഡൈ റിലീസിന് വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കാറുള്ളത്. നല്ലപോലെ ക്ലീൻ റാപ്പ് വെച്ചിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്ത് അടച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ. ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് ബീറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലപോലെ ബീറ്റ് ചെയ്തതായി കാണുന്ന ഈ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അത് ഗ്ലാസ്സിൽ കാണുന്ന പോലെ വെച്ചിട്ട് അതിലേക്ക് ഈ പേസ്റ്റ് ആക്കി എടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് ആക്കാൻ പറ്റും. ആ പേസ്റ്റ് ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാണ്ട് ഫുള്ള് തുടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കത് എടുത്തിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് കാണുന്ന പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതായി കാണുന്ന പോലെ ഫ്രോസൺ ഷീറ്റ്സ് കട്ട് ചെയ്തെടുത്ത് അത് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കണം. ചെയ്തിട്ട് അതിലേക്ക് ഒരു മുട്ടസൂചി വെച്ച് കൊടുത്തിട്ട് അത് ടൈറ്റ് ചെയ്യണം കേട്ടോ ആ ഹോൾ. എന്നിട്ട് ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമ്മളത് വീണ്ടും റോൾ ചെയ്ത് കൊടുക്കണം. വീണ്ടും ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് നമ്മൾ കുറച്ച് മുകളിലായിട്ട് ഒന്നുകൂടെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഉണ്ടായിരുന്ന പേസ്റ്റ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം കോണിലേക്ക്. ഞാൻ ഓരോ കോണും 27 ഗ്രാം വെയിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. വീണ്ടും 2 സെല്ലോ ടാപ്പ് എടുക്കുക. അത് രണ്ടും ക്രോസ് ചെയ്തിട്ട് ഇതായി കാണുന്ന പോലെ ഒട്ടിച്ചിട്ട് സെന്ററിൽ ഒരെണ്ണം കൂടെ ഒട്ടിച്ച് അത് രണ്ടും അമർത്തി പിടിച്ചിട്ട് താഴെ നല്ലപോലെ സ്മൂത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ടിപ്പ് ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. മുകളിലും അതേപോലെ നല്ലപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. എനിക്കറിയാം ഇത് നല്ലപോലെ കാണുന്നില്ലാന്ന്. വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത് നല്ലപോലെ കിട്ടിയില്ലാന്ന് വീഡിയോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോണർ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലോഗോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.